സ്കൂൾ പ്രവേശന നടപടികൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കാൻ റോബോട്ടും പന്തലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അഡ്മിഷൻ റോബോട്ട് ഉള്ളത്. സ്കൂളിലെത്തുന്ന രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കൗതുകമായ റോബോട്ടിന്റെ നിർമ്മാണത്തിന് പിന്നിൽ സ്കൂളിലെ തന്നെ ലിറ്റിൽ കൈറ്റ്സ് അംഗമായ CH ജസയാണ്. പന്തലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അഡ്മിഷൻ റോബോട്ട് നിർമ്മിച്ചത്. പ്രവേശനത്തിന് എത്തുന്ന രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കൗതുകമായ റോബോട്ട് നിർമ്മാണത്തിന് പിന്നിൽ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗമായ CH ജസയാണ്. പ്രവേശന സമയത്ത് രക്ഷിതാക്കൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുകയാണ് റോബോട്ടിന്റെ പ്രധാന ദൗത്യം. പ്രവേശനത്തിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ്, സ്കൂളിലെ വിവിധ സൗകര്യങ്ങൾ, മറ്റു പ്രധാന കാര്യങ്ങൾ എന്നിവയെല്ലാം വിവരസാങ്കേതിക വിദ്യയുടെ പുതിയ മുഖമായ റോബോട്ട് രക്ഷിതാക്കൾക്ക് വ്യക്തമാക്കി വിവരിച്ചു നൽകും. ഇതൊരു ഇൻഫോബോട്ടാണ്. നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയറിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയ റോബോട്ട് സിസ്റ്റമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഈ അൾട്രാസോണിക് സെൻസറിൽ നമ്മൾ ഒരാളെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ അത് നമുക്കൊരു ഗ്രീറ്റിംഗ് തരും. ഇതേപോലെ ഇനി ഇവിടെ നമുക്ക് സ്ക്രീനിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് നമുക്കൊരു വെൽക്കം മെസ്സേജ് ആണ് ഇത് പ്ലേ ചെയ്യുക. നമസ്കാരം, ഞാൻ ഇൻഫോബോട്ട് PHSS പന്തല്ലൂരിലേക്ക് സ്വാഗതം. അഡ്മിഷൻ വിവരങ്ങൾക്കായി ദയവായി സ്ക്രീൻ ഉപയോഗിക്കുക. ഇനി ഇവിടെ സ്ക്രീനിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സോ അത് ഓരോന്ന് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് ആൻസേഴ്സ് വരും. ഇപ്പൊ നമ്മള് റിക്വയർഡ് ഡോക്യുമെന്റ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമായ രേഖകളുടെ പട്ടിക സ്ക്രീനിൽ കാണാം. അതുപോലെ തന്നെ അവിടെ TC, ആധാർ കാർഡിന്റെ പകർപ്പ്, ജനന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, ഇങ്ങനെ ഓരോ നമുക്ക് ഇൻഫോർമേഷൻ തരും. നമ്മൾ ഹെൽപ്പ് ഡെസ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധിപ്പിക്കും. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ESP32 മൈക്രോ കൺട്രോളർ ആണ്. പിന്നെ മൈക്രോ പൈത്തൺ യൂസ് ചെയ്തിട്ടാണ് ഇതിൽ കോഡ് എടുത്തുള്ളത്. ഇവിടെ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരു അൾട്രാസോണിക് സെൻസർ ആണ്. അതായത് ഒരു 50 സെന്റിമീറ്റർ വിത്തിനിൽ ഒരാളെ ഡിറ്റക്ട് ചെയ്താലാണ് ഇത് പ്രവർത്തിക്കുക. പിന്നെ 2 ആംസിന് വേണ്ടി 2 സെർവോ മോട്ടോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കറന്റ് സ്റ്റേറ്റ് കാണിക്കാൻ, അതായത് ആൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന് കാണിക്കാൻ LED ഉണ്ട്. പിന്നെ സ്ക്രീനാണ് വരുന്നത്. ഞങ്ങളുടെ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗമാണ് ഞാൻ. സ്റ്റേറ്റ് ക്യാമ്പിലേക്ക് പങ്കെടുക്കാൻ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങളും ജില്ലാ ക്യാമ്പും സബ് ജില്ലാ ക്യാമ്പിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ലിറ്റിൽ കൈറ്റ്സ് സംസ്ഥാനതല ക്യാമ്പിൽ ജസ പങ്കെടുത്തിരുന്നു. ക്യാമ്പിൽ നിന്ന് ലഭിച്ച പരിശീലനവും സാങ്കേതിക അറിവുകളുമാണ് ഇത്തരമൊരു കണ്ടുപിടുത്തത്തിന് വിദ്യാർത്ഥികൾക്ക് കരുത്തായത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയോടുള്ള താല്പര്യം വളർത്താനും നൂതന ആശയങ്ങൾ പ്രാവർത്തികമാക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്ന് അധ്യാപകർ പറയുന്നു. നമ്മുടെ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗമായ ജസയുടെ ഈ ഒരു നേട്ടത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. കേവലം ഒരു റോബോട്ട് എന്നതിലുപരി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് റൂമിൻ്റെ പുറത്തേക്ക് ഇത്തരം ഇന്നോവേറ്റീവ് ഐഡിയാസ് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ 2 യൂണിറ്റുകൾ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നും സംസ്ഥാന തലത്തിലേക്ക് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുന്ന 2 വിദ്യാർത്ഥികളിൽ ഒരാളാണ് ജസ. ജസയുടെ മുമ്പിലേക്ക് നമ്മൾ ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അവൾ അതിനെ വളരെ ഹൃദ്യമായി ഏറ്റെടുക്കുകയും ഇത്തരം ഒരു റോബോട്ടിലേക്ക്, ഇൻഫോബോട്ട് എന്ന് പറയുന്ന ഒരു മിനി റോബോട്ടിലേക്ക് അവൾ എത്തിക്കുകയും ചെയ്യുകയായിരുന്നു. ഇത്തരം പ്രതിഭാശാലികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ സപ്പോർട്ടീവായിട്ട് ലിറ്റിൽ കൈറ്റ്സിന്റെ മാസ്റ്റർ ട്രെയിനേഴ്സ് ആയിട്ടുള്ള കൃഷ്ണകുമാർ സാറ്, മുനീർ സാറ്, ശ്രീരഞ്ജനി ടീച്ചർ, നിഷ ടീച്ചറൊക്കെ വളരെ സജീവമായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാർത്ഥികളിലൂടെ സ്കൂളിനെ IT മേള ചാമ്പ്യൻസ് പട്ടം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പന്തല്ലൂർ.